ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലും നോർവേയും തമ്മിലാണ് അടുത്ത പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രിയാണ് ആ മത്സരം നടക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. ഏർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഒഡേഗാർഡ് തുടങ്ങിയ വമ്പൻ താരങ്ങളെ ഇനി ബ്രസീലിന് നേരിടേണ്ടി വരികയാണ്. ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ ഒഡേഗാർഡും അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരമായ നുസയുമൊക്കെ തങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിനെതിരെയുള്ള മത്സരം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഒഡേഗാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മത്സരമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബ്രസീലിന് നല്ല ടീമുണ്ട്, വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടുത്ത പരീക്ഷണമായിരിക്കും. കാരണം ഒരുപാട് മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ആ മത്സരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നോർവേയുടെ ക്യാപ്റ്റനായ ഒഡേഗാർഡ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ ഒരു കിടിലൻ ഗോൾ നേടിയ താരമാണ് അന്റോണിയോ നുസ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളൊരു മികച്ച ടീം ആയതുകൊണ്ടാണ്, ഞങ്ങൾ വിജയങ്ങൾ നേടിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ എന്തും സംഭവിക്കാം. അതൊരു മത്സരം മാത്രമാണ്, മികച്ച മത്സരമായിരിക്കും, മികച്ച ടീം വിജയിക്കുകയും ചെയ്യും. ഇതാണ് അന്റോണിയോ നുസ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു കിടിലൻ പോരാട്ടമായിരിക്കും നടക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ നോർവേ വലിയ ആധിപത്യമൊന്നും പുലർത്തിയിട്ടില്ല. ഐവറി കോസ്റ്റ് തന്നെയാണ് നല്ല രൂപത്തിൽ കളിച്ചത്. പക്ഷേ കിട്ടിയ അവസരങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗോളടിക്കാൻ നോർവേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ ഒരു രീതി തന്നെയായിരിക്കും ബ്രസീലിനെതിരെയും അവർ ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.